നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. കൊള്ളയടിക്കാൻ നേതൃത്വം നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തണമെന്നും എം.ടി. രമേശ് ശബരിമല വിഷയത്തിൽ എ.സി.വിയോട് പ്രതികരിക്കുകയായിരുന്നു എം.ടി. രമേശ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും എം.ടി. രമേശ് പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള നിലപാടാണ് ബി.ജെ.പി. എടുക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം. ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന ഈ കാര്യം നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെയോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയോ വിശദീകരണങ്ങളൊന്നും പ്രഥമദൃഷ്ട്യാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ പുറത്തുവിടണം. ഇത് ഒരു കേസിൽ മാത്രമല്ല, ഇതുപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ ശബരിമലയിലുണ്ട്. വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അയ്യപ്പൻ്റെ സ്വത്തുവകകളാണ് കൊള്ളയടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൊള്ളയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാനും ബാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ബി.ജെ.പി. സ്വീകരിച്ച നിലപാട്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. ശബരിമലയിലെ മുതൽ കൊള്ളയടിക്കാൻ നേതൃത്വം നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നും എം.ടി. രമേശ് ആരോപിച്ചു. ശബരിമലയിലെ ഇനി എത്ര സ്വർണം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്താലേ മനസ്സിലാവും. ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അവിടെ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ എന്തെല്ലാം വ്യാജമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ മുതൽ കൊള്ളയടിക്കുകയാണ്. ആ കൊള്ളക്ക് നേതൃത്വം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഒരു കേന്ദ്ര ഏജൻസി വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ സംഭവങ്ങളൊന്നും പുറം ലോകം അറിയാതെ ഇരിക്കാൻ വേണ്ടിയാണ് ശബരിമല വികസനം, ആഗോള അയ്യപ്പ സംഗമമൊക്കെ ഉയർത്തി കാണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം ചില സംഭവങ്ങൾ ശബരിമലയിൽ ഉണ്ട് എന്ന് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശബരിമല വികസനത്തെക്കുറിച്ചും അയ്യപ്പ സംഗമത്തെക്കുറിച്ചൊക്കെ വിവരിക്കുന്നത്. ആത്യന്തികമായിട്ട് ശബരിമലയിലെ മുതൽ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ആ കൊള്ളയെക്കുറിച്ചാണ്, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ്. അതിനെക്കുറിച്ചാണ് അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. ആവശ്യം.